അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷിക്കണേ. അപ്പം റബ്ബിൻ്റെ കാവലുണ്ടാകും. അള്ളാഹിൻ്റെ ഓഫറാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ആയാൽ ഉണ്ടാവുമെന്നോ? ഉണ്ടാവും. ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുവാൻ തയ്യാറുണ്ടോ എങ്കിൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. ഇത് അള്ളാഹിന്റെ ഓഫറാ സൂറത്ത് മുഹമ്മദിൽ. പക്ഷേ അല്ലാഹു തആല സഹായിക്കുന്നു വെറുതെ പറഞ്ഞിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞ ഉപാധി ഞാനും നിങ്ങളും പൂർത്തിയാക്കണം. എന്താ ഉപാധി? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുന്നവരാണെങ്കിൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും എന്നാണ്. അല്ലാതെ നിങ്ങളിങ്ങനെ ചപ്പ് ചവറുകളെ പോലെ, വെള്ളത്തിലൊഴുകുന്ന ചണ്ടി ചവറുകളെ പോലെ പേരിൽ മാത്രം ഇസ്ലാമിന്റെ കോളത്തിൽ മുസ്ലിം ഇസ്ലാം എന്ന പേരെഴുതാൻ മാത്രമുള്ള ദുർബലമായ ആ രൂപത്തിലുള്ള പേരിൽ മാത്രമുള്ള മുസ്ലിമീങ്ങളായാൽ റബ്ബ് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ സഹായം, അള്ളാഹിന്റെ ദീനിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹിന്റെ സഹായം ഉണ്ടാവുന്ന. നിങ്ങളെ പാദം ഉറപ്പിച്ചു നിർത്തുന്നു പറഞ്ഞാൽ നിങ്ങളെ ഹൃദയത്തിന് ധൈര്യം തരുന്നതാണ്. കാലുറപ്പിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാല് വിറക്കുക എപ്പോഴാ? കൽബ് വിറക്കുമ്പോഴാണ് കാല് വിറക്കുക. പേടി വന്നാലാണ് കയ്യും കാലും വിറക്കുക. അള്ളാഹ് പറയണു നിങ്ങളുടെ കാലുകൾക്ക് ഞാൻ നല്ല ധൈര്യം തരും, വിറക്കൂല. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിന് നല്ല ധൈര്യം തരും ഞാൻ. പേടില്ല ഞാൻ പിന്നെ കയ്യും കാലും വിറക്കൂല. അള്ളാഹ് പറയണ അതിനെന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹിനെ സഹായിക്കണം. എങ്ങനെ? അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കണം. അങ്ങനെ നമ്മൾ നമ്മളിലേക്കൊന്ന് പരിശോധിക്കണം, ഞാൻ എൻ്റെ ജീവിതം അള്ളാഹ് പറഞ്ഞതുപോലെയാണോന്ന്. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഏറെ സാന്ദർഭികമാണ്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അവിടുന്ന് ഈ പ്രാർത്ഥന പറയാത്ത വേളകൾ വളരെ വിരളമാണ്, ചുരുക്കമാണ്. അത്ര പ്രാധാന്യത്തോടെ നബിതങ്ങൾ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് തെറ്റുകൂടാതെ അത് പറയാൻ പഠിക്കണം. അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. അത് നന്നായി മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തണം. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. നിങ്ങൾ ഇത്ര വലിയ ദുആയൊക്കെ പറഞ്ഞപ്പോൾ ഇതെങ്ങനെ പഠിക്കുക? അങ്ങനെ ചിന്തിക്കരുത് പ്രിയമുള്ളവരെ. എത്ര വലുതും പഠിക്കും നമ്മൾ, പഠിച്ചോളും. അവസ്ഥ അത്ര മോശമാണ്, മനസ്സത്ര ഭീതിയിലാണ്. കളിമണ്ണൊക്കെ വിട്ടിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സ് ഭീതിയിലാണ്. പലരോടും ഞാൻ പറയാറുണ്ട്, ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കാറുണ്ട്, ഭീതിയുള്ള ഒരു വാർത്തകളും ദയവായി ഫോർവേഡ് ചെയ്യരുതേ എന്ന്. ആളുകളോട് ഇങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ വേറുള്ളവന് വിടുക. ഞാൻ പേടിച്ചു, ഞാനും പേടിക്കട്ടെ. പേടിപ്പിക്കരുത്, ആരും പേടിപ്പിക്കരുത് ദയവായിട്ട്. അറിയേണ്ടവൻ അറിഞ്ഞാൽ മതി. പരിഹാരം നല്ലതുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഭീതിജനകമായ വാർത്തകൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്. അതിൽ ഖൈറില്ല, ശർറേ ഉള്ളൂ. ഒരാൾ പേടിച്ചിട്ട് അയാൾ ഉറങ്ങാതിരുന്നിട്ട് എന്താ നമുക്ക് കിട്ടാനാ? എന്ത് കിട്ടാനാ? നേരെ മറിച്ച് അയാൾ എന്തെങ്കിലും ചെയ്യേണ്ട വല്ല കാര്യമാണോ അത് പറഞ്ഞു കൊടുക്കുക. അതാ നമ്മളെ കൊണ്ടാവുന്ന സേവനം എന്ന് പറയുന്നത്. വെറുതെ കിട്ടുന്ന ചവറൊക്കെ ഫോർവേഡ് ചെയ്യരുത്. ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ പ്രത്യേകിച്ചും ഫോർവേഡ് ചെയ്യരുത്. മനസ്സിനെ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രാർത്ഥന എത്ര അർത്ഥവത്താണ്. നമുക്ക് സഹായം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ എന്താ വേണ്ടത്? റഹ്മാനായ റബ്ബിനോടുള്ള നമ്മുടെ അടുപ്പം ഒന്ന് ക്ലിയർ ആവണം. തുടക്കം തന്നെ അങ്ങനെയാണ്. അല്ലാഹുവേ
ഇഖ്സിം ലനാ അല്ലാഹുമ്മ ഇഖ്സിം ലനാ മിൻ ഖശിയതിക, നിന്നെക്കുറിച്ചുള്ള പേടി നീ ഞങ്ങൾക്ക് വീതിച്ചു തരണേ. അല്ലാഹ്, നിന്നെക്കുറിച്ച് എനിക്ക് പേടി തോന്നണം. എങ്ങനത്തെ പേടി എനിക്കുണ്ടാവണം? മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക, നിന്റെയും നിന്നോട് എതിര് ചെയ്യാനും പ്രവർത്തിക്കുവാനും തോന്നുമ്പോ അതിൻ്റെ ഇടക്ക് മറയായി വരുമാറ് അത്തരത്തിലുള്ള പേടി നീ എനിക്ക് തരണേ. അള്ളാനെ പേടി എനിക്ക് തരണം എന്ന് അള്ളഹാനോട് ഞാൻ ചോദിക്കുകയാണ്. എങ്ങനത്തെ പേടി? ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ മാത്രമുള്ള പേടി എനിക്കുണ്ടാവണം. ഞാൻ അള്ളാഹ്ക്ക് ധിക്കാരമുള്ള ഒരു പണി ചെയ്യാൻ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് അത് ചെയ്യാൻ തോന്നരുത്. എന്തുകൊണ്ട്? നാട്ടുകാരെ പേടിച്ചിട്ടല്ല, അള്ളാനെ പേടിച്ചിട്ട്. അങ്ങനത്തെ തഖ്വ, ഭയം എനിക്ക് തരണം. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ എന്നെ ശക്തമാക്കുന്ന നിലക്കുള്ള ഭയം നീ തരണം. അതാണ് അതിൻ്റെ അർത്ഥം. തിന്മ ചെയ്യാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കേണ്ടത് അള്ളാനെ കുറിച്ചുള്ള പേടിയായിരിക്കണം. അങ്ങനത്തെ പേടി എനിക്ക് തരണം. നമുക്കതുണ്ടോ? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നൊരു 4 പുറം നോക്കുകയാണ്. ആൾക്കാർ കാണുമോ? ആളുകൾ അറിയോ? അപ്പൊ ആരെയാ പേടിക്കുന്നത്? ജനങ്ങളെ പേടി. അള്ള കാണുന്നുണ്ട്, അള്ള നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതെന്റെ കൽബിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടില്ല. അള്ളാന്റെ നോട്ടത്തേക്കാൾ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു കുട്ടിയുടെ നോട്ടമാണ് പേടിക്കുന്നത്. അള്ളാന്റെ നോട്ടത്തേക്കാൾ എൻ്റെ ഉമ്മയുടെ നോട്ടമാണ് പേടിക്കുന്നത്. എൻ്റെ ഉപ്പ കാണുമല്ലോ എന്നാണ് പേടിക്കുന്നത്. എൻ്റെ റൂമിൽ താമസിക്കുന്ന മറ്റുള്ളവർ കാണുമല്ലോ എന്നാണ് പേടിക്കുന്നത്. അയൽക്കാർ കാണുമല്ലോ, നാട്ടുകാർ കാണുമല്ലോ എന്നാണ് പേടിക്കുന്നത്. റഹ്മാനായ റബ്ബ് നിന്റെ എല്ലാ കാര്യത്തിനും കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതെൻ്റെ കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ എനിക്കെന്ത് ഈമാനുള്ളത്? പിന്നെ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് അള്ളാഹുടെ സഹായം ഉണ്ടാവുമോ? അതുകൊണ്ടാണ് നബി തങ്ങളുടെ ദുആ നോക്ക്, അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള പേടി നീ എനിക്ക് തരണം. എത്രത്തോളം ഒരു തെറ്റ് ചെയ്യുവാൻ ഞാൻ വിചാരിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ എനിക്ക് എന്നെ ശക്തമാക്കുന്ന നിലക്കുള്ള പേടി തരണം. വലിയ അർത്ഥവത്തായ ദുആയാണ്. പറയണേ മണിക്കൂറുകളിലും പറയുള്ള ദുആയാണ്. ചുരുക്കി പറയാണ്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ തെറ്റുകൂടാതെ പഠിക്കണം. എന്നിട്ട് നിരന്തരം അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക, അല്ലാഹുവേ നിന്നെ അനുസരിച്ചുകൊണ്ട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് തരണം. എത്രത്തോളം? മാ തുബല്ലിഗുനാ ബിഹി ജന്നതക, ഞങ്ങളെ നിന്റെ സ്വർഗത്തിലെത്തിക്കുവോളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. എങ്ങനത്തെ സൽക്കർമ്മങ്ങൾ? അത് മുഖേന ഞങ്ങൾക്ക് നിന്റെ സ്വർഗം കിട്ടണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് തരണം. വമിനൽ യഖീനി, ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള ഈമാനും തരണേ അല്ലാഹ്. എങ്ങനത്തെ ഉറപ്പ്? മാ തുഹവ്വിനു ബിഹി അലൈനാ മസായിബദ് ദുനിയാ, ദുനിയാവിൽ എന്ത് മുസീബത്തുണ്ടായാലും അതൊക്കെ നവർ മൈൻഡ് ആക്കുന്ന, അതൊക്കെയും തള്ളിക്കളയുന്ന, അതൊക്കെ നിസ്സാരമാണെന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ഈമാൻ തരണേ. ആവശ്യമല്ലേ നമുക്കത്? ആ കുറവുകൊണ്ടല്ലേ നമ്മൾ പേടിക്കണത്? ആ ദൃഢമായ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ പതറുന്നത്? അള്ളാഹിനോട് ചോദിക്കണം, എന്താ? നല്ല കരുത്തുള്ള ഈമാൻ, നല്ല ഉറപ്പ് താ അല്ലാഹ്. എങ്ങനത്തെ ഉറപ്പ്? എന്ത് മുസീബത്ത് ദുനിയാവിലുണ്ടായാലും അതൊക്കെ നിസ്സാരമാണ് റബ്ബേ, ഞങ്ങൾക്കതൊന്നും വിഷയമല്ല എന്ന് പറയാൻ മാത്രം ഞങ്ങളെ പ്രാപ്തരാക്കുന്ന യഖീൻ, ഉറപ്പ് തരണേ. തീർന്നില്ല. അല്ലാഹുമ്മ മത്തിഅനാ ബിഅസ്മാഇനാ, അല്ലാഹുവേ ഞങ്ങളുടെ കാതുകൾക്ക് ആരോഗ്യം തരണേ. വഅബ്സാരിന, ഞങ്ങളുടെ കാഴ്ച ശക്തിക്ക് ആരോഗ്യം തരണേ. വഖുവ്വതിന, ഞങ്ങളുടെ ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങൾക്കും നീ പവർ തരണേ. മാ ഹയൈതനാ, നീ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം. വജഅൽഹുൽ വാരിസ മിന്നാ, ഞങ്ങളിൽ അതെന്നും നിലനിർത്തി അത് ബാക്കിയായിട്ടാവണം ഞങ്ങൾ മരിക്കുന്നത്. അതൊരു പ്രയോഗ. മരിക്കുമ്പോഴും നമ്മുടെ കണ്ണിനും കാതിനൊന്നും കുഴപ്പമുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യത്തോടെ മരിക്കാൻ പറ്റണം. മരിക്കോളം കണ്ണിനും കാതിനും അവയവങ്ങൾക്കും ആരോഗ്യത്തിനൊന്നും ഒരു തകരാറില്ലാതെ നീ ഞങ്ങളെ ജീവിപ്പിക്കണേ. തീർന്നില്ല. വജഅൽ സഅറനാ അലാ മൻ ളലമനാ, ഞങ്ങളോട് അക്രമം കാണിക്കുന്ന അക്രമികൾ ഒരുപാട് ലോകത്തുണ്ട്. അവരോടൊക്കെ നീ പ്രതികാരമെടുക്കണേ അല്ലാഹ്. ഞങ്ങളോട് അക്രമം കാണിക്കുന്ന അക്രമികളോട് പ്രതികാരം എടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. നിനക്ക് കഴിയും. ഏത് കടുത്ത അക്രമിയും നിന്റെ മുമ്പിൽ അവനൊരു വിലയില്ല. നിനക്കാരെയും വലുപ്പമേറൂല. ആരെയും തകർത്തെറിഞ്ഞ കഴിവുള്ളവനാണ് റബ്ബേ നീ. ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്കെതിരെ നീ പ്രതികാര നടപടി സ്വീകരിക്കണേ.
വജഅൽ സഅറനാ അലാ മൻ ളലമനാ വൻസുർനാ അലാ മൻ ആദാനാ. ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ദുശ്ശക്തികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. വൻസുർനാ അലാ മൻ ആദാനാ, ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ദീനിൽ ഒരു മുസീബത്തും ഉണ്ടാക്കരുതേ. ദീനിൽ മുസീബത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വിശ്വാസം പഴച്ചു പോവുക, കർമ്മം മോശമാകുക, സ്വഭാവം ദുഷിക്കുക, തെമ്മാടിത്തം പ്രവർത്തിക്കുക, സാമ്പത്തിക രംഗത്ത് മാലിന്യം ഉണ്ടാവുക, ലൈംഗിക ജീവിതം അവിശുദ്ധമാവുക, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മോശമാവുക, സൽക്കർമ്മങ്ങളോട് താല്പര്യമില്ലാതിരിക്കുക, തെമ്മാടിക്കൂട്ടത്തിന്റെ കൂടെ ചേരുക, തിന്മകൾ ചെയ്യാൻ മനസ്സാക്ഷി കുത്തില്ലാതിരിക്കുക, ഇതൊക്കെ ദീനിൽ ബാധിക്കുന്ന മുസീബത്തുകളാണ്. ദുന്യാവിലെ മുസീബത്തുകൾക്കൊക്കെ പരിഹാരമുണ്ട്. ദീനിൽ മുസീബത്ത് ബാധിച്ചാൽ അന്തിമമായി നരകത്തിലാണ്. പക്ഷെ നമുക്കൊക്കെ ബേജാറ് ദുന്യാവിൽ മുസീബത്ത് വരുമ്പോഴേ ഉള്ളൂ. ദീനിൽ മുസീബത്ത് വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യാറേയില്ല. ഇന്നെനിക്ക് സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടാറുണ്ടോ? ഇന്നെനിക്ക് സുബഹി നഷ്ടപ്പെട്ടല്ലോ, അതിന്റെ പേരിൽ സങ്കടപ്പെടാറുണ്ടോ? 100 രൂപ കളഞ്ഞു പോയെങ്കിൽ അതിന്റെ എത്രയാളോട് നമ്മൾ സങ്കടം പറയും? 100 ദിർഹംസിന്റെ ഇരുന്ന് അടിച്ചുപോയി, എവിടെയെന്ന് മനസ്സിലാവില്ല. എപ്പോഴാന്നറിയില്ല, പോക്കറ്റിൽ നിന്ന് ടിഷ്യൂ പേപ്പർ എടുത്തപ്പോൾ അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നോ എന്നറിയില്ല, അതോ വീട്ടിൽ മറന്നു വെച്ചോന്നറിയില്ല, കൊഴിഞ്ഞു പോയോ എന്നറിയില്ല. എത്ര ആളോടാ പറയാ 100 ദിർഹംസാ പോയത്. ഇന്നെനിക്ക് സുബഹിയുടെ ജമാഅത്ത് പോയല്ലോ, മലക്കുകളുടെ സാക്ഷിത്വമുള്ള നിസ്കാരം എനിക്കിന്ന് നഷ്ടമായല്ലോ, ഇന്നത്തെ പ്രഭാതത്തിലെ ദിക്റുകൾ ഞാൻ ചൊല്ലിയില്ലല്ലോ, ഇന്നൊരുപാട് നന്മകൾ കിട്ടേണ്ടിയിരുന്ന ദിവസത്തിൽ അതൊന്നും ചെയ്യാതെ എനിക്ക് നഷ്ടമായല്ലോ എന്ന് എത്ര ആളോട് നമ്മുടേതായ സങ്കടം നമ്മൾ പങ്കുവെക്കാറുണ്ട്. അതിലൊന്നും നമുക്ക് സങ്കടമല്ല. ദീനിൽ എന്ത് മുസീബത്ത് ബാധിച്ചാലും ഒരു സങ്കടവും നമുക്കില്ല. ദുന്യാവിൽ ബാധിച്ചാലോ നമ്മൾ ജാഗരൂകരാണ്. അള്ളാഹിനോട് തേടുകയാണ്, റബ്ബേ ഞങ്ങളുടെ ദീനിൽ മുസീബത്ത് ബാധിക്കരുതേ. അടുത്ത ഭാഗം എന്താണ്? വലാ തജ്അലി ദുനിയാ, ദുന്യാവിനെ നീ ആക്കരുത് റബ്ബേ അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ എല്ലാ ചിന്തകളുടെയും ആകത്തുക നീ എന്താക്കരുതേ, ഞങ്ങളുടെ ചിന്തയിൽ ഭൂരിഭാഗവും ദുന്യാവാക്കരുതേ. എന്താ അതിൻ്റെ അർത്ഥം? എപ്പോഴും നമ്മുടെ സംസാരവും ചർച്ചയും ചിന്തയ്ക്ക് എന്താണ്? ദുന്യാവിനെ കുറിച്ചാണ്. കച്ചവടം നന്നാകല്, അവിടെ തകർന്നു പടഞ്ഞ് എന്താ വേണ്ടത്, ഇവിടെ ജോലി കയറ്റം കിട്ടണം, അതിനെന്താ വേണ്ടത്, ഇങ്ങനെ മുഴുവൻ വർത്താനങ്ങളും എന്താണ്? അക്ബറുൽ ഹം എന്താണ്? മനസ്സിന്റെ ചിന്തകൾ മുഴുവനും ദുന്യാവിനെ കുറിച്ചാണ്. അങ്ങനെ ആക്കരുതേ. ദുന്യാവിനെ കുറിച്ച് കുറച്ചൊക്കെ ചിന്തിക്കണം, കാരണം ദുന്യാവിലാ ജീവിക്കേണ്ടത്. പക്ഷെ മെയിൻ ചിന്ത ആഖിറമായിരിക്കണം. ആഖിറത്തെ ബാധിക്കും വിധത്തിൽ ദുന്യാവ് വേണ്ടാന്ന് ചിന്തിക്കണം. അതാണ് ഞങ്ങളുടെ ചിന്തയുടെ മുഖ്യ ഭാഗം. ഏതാവരുതേ? ദുന്യാവാകരുതേ. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ അറിവിന്റെ ആകത്തുകയും ദുന്യാവാകരുതേ. എന്തും പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ദുന്യാവിന് വേണ്ടിയിട്ട്. ആഖിറത്തെ കുറിച്ചുള്ള പഠനമില്ല. അവിടേക്ക് ഉപകാരം കിട്ടുന്ന ഖുർആൻ പഠനമോ ഹദീസ് പഠനമോ അങ്ങനത്തെ ഒന്നുമില്ല. എന്ത് നേടുന്നുണ്ടെങ്കിലും ഇവിടെ ശമ്പളം കയറാനും ഡ്യൂട്ടിയിൽ മെച്ചപ്പെടാനും ജോലി കൂടാനും മറ്റ് സംവിധാനങ്ങളും മറ്റ് ദുന്യാവിൻ്റെ കാര്യങ്ങളൊക്കെ അലങ്കാരങ്ങളൊക്കെ ഭംഗിയാകാനും വേണ്ടിയിട്ടാണ്. ആകെ എന്ത് പഠിക്കുന്നുണ്ടോ ഒക്കെ ദുന്യാവാണ് ലക്ഷ്യം. ഏത് ഇൽമിൻ്റെയും ആകത്തുക എന്താണ്? ദുന്യാവാണ്. ദുന്യാവിനെ കുറിച്ചേ അറിയുന്നുള്ളൂ, ആഖിറത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല. അങ്ങനെ ആക്കരുതേ, ദയവായി അല്ലാഹ് ഞങ്ങളെ ഏൽപ്പെടുത്തരുതേ. അവസാനം പറയുന്നു, വലാ തുസല്ലിത് അലൈനാ, നീ ഞങ്ങളുടെ മേൽ അധികാരികളാക്കരുതേ. മല്ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ മേൽ നീ ഭരണാധികാരികളാക്കരുതേ. ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരെ ഞങ്ങളുടെ മേൽ നീ എന്താക്കരുതേ? അധികാരികളാക്കരുതേ. എത്ര അർത്ഥവത്ത ഓരോ വാചകങ്ങളും, അതിൽ ധാരാളം വിശദീകരണം അർഹിക്കുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പഠിക്കണം നിങ്ങൾ. ഞാൻ ഒന്നുകൂടെ ആ പ്രാർത്ഥന ആവർത്തിക്കാം. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتنا ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا
ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا.